എല്ലാവർക്കും നമസ്തേ. ഇന്നത്തെ നമ്മുടെ യോഗ ക്ലാസ്സിലെ വിഷയം നീതിസാരത്തിൽ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതകാലം എങ്ങനെയായിരിക്കണമെന്ന് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന സുഭാഷിതങ്ങളും അതിൻ്റെ അർത്ഥവ്യാഖ്യാനവുമാണ്. കാകദൃഷ്ടിർ ഭഗധ്യാനം ശോനനിദ്രാ തദൈവ ച അല്പാഹാരം ജീർണവസ്ത്രം ഏതദ് വിദ്യാർത്ഥി ലക്ഷണം. ഈ സുഭാഷിതത്തിൻ്റെ അർത്ഥവ്യാഖ്യാനം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കാകദൃഷ്ടിർ, ഒരു കാക്ക അഥവാ കാകൻ എങ്ങനെയാണോ തൻ്റെ ആഹാര സമ്പാദനത്തിനായി ഏറ്റവും ഉയർന്ന മരച്ചില്ലകളിൽ നിന്ന് താഴേക്ക് ചാഞ്ഞും ചരിഞ്ഞും നോക്കുന്നത്, അതുപോലെയാവണം ഒരു കാര്യം ചെയ്യുമ്പോഴുള്ള സൂക്ഷ്മത അഥവാ സൂക്ഷ്മദൃഷ്ടി എന്ന് കാകദൃഷ്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭഗധ്യാനം, ഭഗൻ അഥവാ കുറ്റി തൻ്റെ ഭക്ഷണത്തിനായി കരയിലും വെള്ളത്തിലും ഇരുകാലിലും പിന്നീട് ഒറ്റക്കാലിലും നിന്ന് എത്ര നേരമാണോ ക്ഷമയോടെ കാത്തിരിക്കുന്നത്, അതുപോലെയുള്ള ഒരു ക്ഷമാപൂർവമായ സമീപനം ലക്ഷ്യസ്ഥാനം കണ്ടെത്തുന്നതുവരെ ഉണ്ടാവണമെന്നാണ് ഭഗധ്യാനത്തിലൂടെ അർത്ഥമാക്കുന്നത്. ശോനനിദ്ര, ഒരു ശോനൻ അഥവാ നായ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്ന മാത്രയിൽ കുരയ്ക്കുന്ന സ്വഭാവ സവിശേഷത കാണിക്കുന്നു. ഈ സവിശേഷത അതിൻ്റെ അതീവ ശ്രദ്ധയെ കാണിക്കുന്നു. മനുഷ്യർക്ക് ഉറക്കത്തിലും ഒരു ജാഗ്രത അഥവാ ഉണർവ് ഉണ്ടാവണമെന്ന ഗൗരവമായ കാര്യം ശോനനിലൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അല്പാഹാരം, മിതാഹാരശീലമാണ് ഇവിടെ അല്പാഹാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. വയറു നിറയെ ആഹാരം കഴിച്ചാൽ താൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ ആലസ്യം വരുമെന്നതിനാലും ലക്ഷ്യസ്ഥാനം കാണാൻ കാലതാമസം വരുമെന്നതിനാലുമാണ് അല്പാഹാരത്തിൻ്റെ പ്രാധാന്യത്തെ കാണിക്കുന്നത്. ജീർണവസ്ത്രം, വില കൂടിയ ആടയാഭരണ ധാരണത്തിലൂടെ അളക്കാനാവാത്ത അമിതാഹ്ലാദത്തിൻ്റെ അംശം തന്നെ താൻ മറന്ന് അഹം ഭാവത്തിലെ ചൈതന്യത്തിന് കോട്ടം വരാതെയിരിക്കാൻ അമിതമായ ആർഭാടങ്ങളില്ലാതെ തൻ്റെ കയ്യിലുള്ള വസ്ത്രങ്ങളെ അലക്കിത്തേച്ച് വൃത്തിയായി ലളിത ജീവിതം നയിക്കാനുമാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സഫലമായ ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കുമെന്നതാണ് ആചാര്യന്മാരുടെ മൊഴികൾ.